ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ്. നമുക്കറിയാം എമ്പുരാൻ മൂവി ഒരു വിവാദമായിരിക്കുകയാണ്. അതിലെ കുറേ സീനുകൾ കട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അതിലെ ആളുകളുമായി വളരെയധികം സാമ്യം തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചു എന്ന് ആരോപിച്ചാണ് ആ സീനുകൾ കട്ട് ചെയ്യാൻ പോകുന്നത്. തിങ്കളാഴ്ച മുതൽ പുതിയ ആ ഒരു കട്ട് ചെയ്ത രംഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാതും കാണിച്ച് പ്രദർശനം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് വിജയ് ഫാൻസ് വിജയെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. വേറെ ഒന്നുമല്ല, മെർസൽ എന്ന സിനിമയിലെ അവസാന രംഗം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെതിരെ GSTയുമായും ഡിജിറ്റൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിജയ് സംസാരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതാണ്. നാഷണൽ ലെവൽ എന്ന് വെച്ചാൽ ആ ഒരു ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് ആ ഒരു വിജയ് ആ ഒരു സീനിൽ പറയുന്നത്. നാഷണൽ ലെവൽ പ്രഷർ വന്നിട്ട് പോലും ആ സീനുകൾ നീക്കം ചെയ്തില്ല എന്നാണ് ഫാൻസുകാർ പറയുന്നത്. അപ്പോൾ ആ ഒരു എമ്പുരാനും മെർസൽ എന്ന സിനിമയുമായി താരതമ്യപ്പെടുത്തുകയാണ് ഈ ഒരു വിജയ് ഫാൻസുകാർ എന്ന് പറയുന്നത്. പക്ഷെ അതിലെ പ്രസ്താവന എന്ന് പറയുന്നത്, ഈ വിജയ് ഫാൻസുകാർ പറയുന്ന ഈ രംഗം എന്ന് പറയുന്നത്, വിജയ് ആ ഒരു പ്രസ്താവന മാത്രമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. പക്ഷേ ഇതിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു അന്നത്തെ ഇഷ്യൂമാണ് പൃഥ്വിരാജ്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല, ആ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് ആ ഒരു കലാപത്തിൽ മുസ്ലിം അതുപോലെ തന്നെ ഹിന്ദു റൈറ്റ്സ് കാണിക്കുന്നത്. ഈ ഒരു ആദ്യത്തെ ഒരു 15 അരമണിക്കൂർ എന്ന് പറയുന്നത് ഈ ഒരു വിഷ്വൽസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു നാഷണൽ ലെവലായിട്ടുള്ള അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തായിട്ട് ഇത്രയും അത് പ്രഷർ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വിജയ് ഫാൻസുകാരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറയുന്നത്. കൂടുതൽ സിനിമ അപ്ഡേറ്റിൽ കാത്തിരിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്